പാലാ ബിഷപ്പിന്റെ കാർ ആക്രമിച്ച കേസിൽ കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും FIR രജിസ്റ്റർ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പാലായിലേക്കുള്ള യാത്രാമധ്യേയാണ് മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം ജംഗ്ഷനിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ഒടുവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ആക്രമി തൊടുപുഴക്കാരനാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പാലാ ബിഷപ്പിന്റെ കാറിൽ യാത്ര ചെയ്തിരുന്നത് ശംസാബാദ് രൂപത അധ്യക്ഷൻ കൊല്ലം പറമ്പിൽ മെത്രാപ്പൊലിത്തയായിരുന്നു. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാറിന്റെ പുറകിൽ പെരുമ്പാവൂരിനും മൂവാറ്റുപുഴയ്ക്കും ഇടയിൽ വെച്ച് ഒരു വാഹനമിടിക്കുകയും കാറിൻ്റെ പുറകുവശം ഇടതുഭാഗത്തായി നിസ്സാര പരിക്കുകൾ പറ്റുകയും ചെയ്തു. തങ്ങളുടെ വാഹനത്തിൽ മറ്റൊരു വാഹനം വന്ന് ഇടിച്ചതായതുകൊണ്ടും തങ്ങൾക്ക് പരാതി ഇല്ലാത്തതുകൊണ്ടും അവർ മുന്നോട്ട് നീങ്ങി. ഇതിനിടയിലാണ് വെള്ളൂർക്കുന്നം ജംഗ്ഷനിൽ മുൻപ് പറഞ്ഞ കാറിലിടിച്ച വാഹനം കാറിനെ ഓവർടേക്ക് ചെയ്ത് തടഞ്ഞു നിർത്തി ഇറങ്ങി വന്ന് കാറിൻ്റെ ചില്ലുകൾ അടിച്ചു പൊളിച്ചതും കാറിൻ്റെ താക്കോൽ കരസ്ഥമാക്കാൻ ശ്രമിച്ചതും. എന്നാൽ പരിഭ്രാന്തനായിരുന്ന കാർ ഡ്രൈവർ പെട്ടെന്ന് താക്കോലെടുത്ത് പോക്കറ്റിലിട്ടതിനാൽ ആക്രമിച്ച് കാറിൻ്റെ താക്കോൽ ലഭ്യമായില്ല. തുടർന്ന് ആക്രമി വാഹനത്തിലുള്ളവരെ മുഴുവൻ നിരീക്ഷിച്ച് അത് പാലായിലെ ബിഷപ്പല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കടന്നു പോകാൻ അനുവാദം നൽകുകയാണ് ചെയ്തത്. വിവരമറിഞ്ഞ മൂവാറ്റുപുഴ പോലീസ് ഉടനെ തന്നെ സ്ഥലത്തെത്തുകയും ബിഷപ്പിന് അപകടം പറ്റാത്ത രീതിയിൽ അവിടെ നിന്ന് കടന്നു പോകാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ബിഷപ്പിനെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം ഡ്രൈവർ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി കൊടുത്തു. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വാഹനത്തിൻ്റെ നമ്പർ അറിയാവുന്ന ആരോ അത് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ വാഹനമാണ് എന്ന് ധരിച്ച് മനഃപൂർവ്വം ആക്രമിക്കാൻ ശ്രമിച്ചതാണ് എന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണത്തോടുകൂടി സംഭവത്തിൻ്റെ നെല്ലും പതിരും തിരിയും എന്ന വിശ്വാസത്തിലാണ് രൂപത അധികൃതർ ഇപ്പോൾ ഉള്ളത്. പാലാ ബിഷപ്പിൻ്റെ കാർ ആക്രമിച്ച കേസിൽ കുറച്ച് താമസിച്ചിട്ട് തന്നെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.